മലയാളി ഫ്രം ഇന്ത്യ ഇന്നലെ കണ്ടിരുന്നു ആൻഡ് അതിനെക്കുറിച്ചും നിവിൻ പോളിയെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വളരെ മിസ്ലീഡിംഗ് ആയ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ടീസറൊക്കെ വന്നപ്പോഴേക്കും സിനിമ സഞ്ചരിക്കുന്നത് ആ ഒരു ട്രാക്കിലൂടെ അല്ല എന്നായിരുന്നു ഈ സിനിമയുടെ പ്രോബ്ലം. ഒരു കണ്ടക്സ്റ്റ് വെക്കുമ്പോൾ പകുതിയേ ഉള്ളൂ. അങ്ങനെ ഒരു ഇൻകംപ്ലീറ്റ് നാച്ചുറൽ പോകുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റ് ഫീലിൽ എവിടെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രോബ്ലം. എന്നിരുന്നാലും എവിടെയൊക്കെയോ ചില നല്ല മൊമെൻറ്റുകൾ ഉണ്ടായതുകൊണ്ട് ഒരു ഓക്കേഷ് അനുഭവം മാത്രമേ ഈ സിനിമ എനിക്ക് നൽകിയിട്ടുള്ളൂ. ഇപ്പോഴും ഒരു ആക്ടർ ഈ ടൈപ്പ് സിനിമകളെ ചെയ്യാൻ പാടൂ എന്നൊരു ശാഠ്യം ഇവിടുത്തെ ഓഡിയൻസിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ ആവില്ല. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. എന്നിരുന്നാലും നിവിൻ പോളി ചെയ്ത് വെച്ച എൻ്റർടൈനേഴ്സ് തന്നെ അദ്ദേഹത്തിന് തന്നെ ഒരു കേസ് ആയോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. കാരണം അങ്ങനത്തെ ടൈപ്പ് നിവിൻ പോളി സിനിമകൾക്ക് ഡിമാൻഡുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. നിവിൻ പോളിയുടെ മറ്റു സക്സസ്ഫുൾ എൻ്റർടൈനേഴ്സിൻ്റെ അത്രയ്ക്കില്ലെങ്കിലും ലവ് ആക്ഷൻ ഡ്രാമ അത്യാവശ്യം നല്ല ഓഡിയൻസ് റെസ്പോൺസ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. ആ ടൈമിൽ 50 കോടിയൊക്കെ നേടിയിരുന്നു. സോ അങ്ങനത്തെ ഒരു തിരക്കേടില്ലാത്ത സിനിമ കണ്ടിട്ട് ഇഷ്ടമായവരും ഉള്ളത് കാരണമാണ് ആ സിനിമയ്ക്ക് അന്ന് അത്ര സക്സസ് ഉണ്ടായത്. ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൽ നിതിൻ മോളി എന്ന ക്യാരക്ടറായിട്ട് നിവിൻ പോളി വന്നു. ആ രീതിയിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട് ആ ഒരു പെർഫോമൻസ് ആൻഡ് ക്യാരക്ടർ കണ്ടിട്ട്. സെൽഫ് ട്രോളും സ്പൂഫിങ്ങും എല്ലാം കൂടി വരുമ്പോൾ മൊത്തത്തിൽ ഒരു ഓവർ ദ ടോപ്പ് ആണെങ്കിലും അത് നല്ല രസകരമായിട്ട് കൺസീവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം വരുന്ന സീൻസിലൊക്കെ പ്യുവർ ഡോമിനേഷൻ, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. മൂത്തോൻ മുതൽക്കുള്ള ഫേസിൽ ഞാൻ നിവിൻ പോളിയെ ബ്ലെയിമും ചെയ്യില്ല. കാരണം സേഫ് സോൺ മാത്രമാവാതെ എക്സ്പെരിമെൻറ്റും റിസ്ക്കും ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഒരാക്ടറിന് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു ഫേസിൽ ചെയ്ത സിനിമകളിൽ മൂത്തോൻ പടവെട്ടൊക്കെ എൻ്റെ ഫേവറേറ്റ്സ് ആണ്. പിന്നെ ഈ സിനിമകൾ തിയേറ്ററുകളിൽ വർക്കാവാത്തതിന് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യില്ല. കാരണം ഒരു സിനിമയ്ക്ക് അധികം ഓഡിയൻസിൻ്റെ ഇടയിൽ റെസണേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഫ്ലോപ്പാവും. അത് ഓക്കെയാണ്, ഇറ്റ്സ് ഫൈൻ. നമുക്കിത് ഇഷ്ടമാവാത്ത ഒരാളോട് പോയിട്ട് എന്താടാ അതെനിക്ക് ഇഷ്ടപ്പെടാൻ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും അവരുടെ ടേസ്റ്റുകളും പ്രിഫറൻസുകളും ഒക്കെ ഉണ്ട്. സോ ഈ കേസിൽ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എൻ്റർടൈനേഴ്സ് ചെയ്താൽ നിവിൻ പോളി പഴയ പോലെ ആക്റ്റീവ് ആവും എന്ന് കരുതിയപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത എൻ്റർടൈനേഴ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ച നിവിൻ പോളി എൻ്റർടൈനേഴ്സ്. സാറ്റർഡേ നൈറ്റ്, ബോസ് ആൻഡ് കോ ഇതൊക്കെ ശോകമായിരുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന ലൈനിൽ മലയാളി ഫ്രം ഇന്ത്യ പറയാം. പക്ഷെ അതും നോട്ട് അപ് ടു ദ മാർക്ക് എന്ന ലെവലിലാണ്. ഓഫ് ബീറ്റിന് അധികം ഓഡിയൻസിൻ്റെ ഇടയിൽ വർക്ക് ആവുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അത് മാറ്റിപ്പിടിച്ച് എൻ്റർടൈനർ ട്രാക്കിലോട്ട് തിരിച്ചു വന്നത്. പക്ഷേ ഇപ്പോൾ ഇതും വർക്കാവുന്നില്ല. എനിക്കറിയില്ല ഇപ്പോൾ നിവിൻ പോളിക്ക് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. പഴയ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.